IPL കിരീടം കൊൽക്കത്തയ്ക്ക്. കൊൽക്കത്തയുടെ മൂന്നാം IPL കിരീടമാണിത്. ഫൈനലിൽ ഹൈദരാബാദിനെ 8 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. വിശദാംശങ്ങളുമായി അനിൽ വാസുദേവാണ് ചേരുന്നത് ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന്. അനിൽ, ആധികാരികമായ ജയം കൊൽക്കത്തയ്ക്ക്. മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ഗംഭീറിന്റെ തന്ത്രങ്ങൾ ഗംഭീരമായി അല്ലേ? തീർച്ചയായും ഗംഭീറിന്റെ ഗംഭീര തന്ത്രങ്ങളിൽ അങ്ങനെ കൊൽക്കത്ത IPL ജേതാക്കളായിരിക്കുകയാണ്. അവരുടെ ചരിത്രത്തിലെ മൂന്നാം കിരീടം 2012-നും 2014-നും ശേഷം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ കൊൽക്കത്ത IPL കിരീടാവകാശികളായിരിക്കുന്നു. ഹൈദരാബാദിനെതിരെ ആധികാരിക ജയത്തോടെയാണ് കൊൽക്കത്തയുടെ കിരീടധാരണം. 8 വിക്കറ്റിനാണ് കൊൽക്കത്ത ജയിച്ചത്. 114 റൺസ് വിജയലക്ഷ്യം അനായാസം മറികടക്കുന്ന കൊൽക്കത്തയാണ് കണ്ടത്. IPL ഫൈനൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെറിയ സ്കോറിന് ഹൈദരാബാദിനെ പുറത്താക്കി ഒടുവിൽ ആ വിജയലക്ഷ്യം ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ തന്നെ അടിച്ചെടുത്ത് കൊൽക്കത്ത അങ്ങനെ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. ഗംഭീറിൻ്റെ തിരിച്ചുവരവ് 2012-ലും 2014-ലും ക്യാപ്റ്റനായി ടീമിനെ കിരീടം നേടിക്കൊടുത്തിട്ടുള്ള ഗംഭീർ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു കിരീട നേട്ടത്തിൽ ഗംഭീറിൻ്റെ തന്ത്രങ്ങൾ തന്നെ വേണ്ടി വന്നു. ചില ആരാധക പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. ചില മലയാളി ആരാധകരെ കിട്ടിയുണ്ട്. സന്തോഷം. എവിടെന്നാ? നാട്ടിൽ നിന്ന് എവിടെന്നാ? ഞാൻ മാഹിയിൽ നിന്നാണ്. ഞാൻ കോഴിക്കോട്. എന്തായാലും വന്നത് ഈ മത്സരം കാണാൻ മാത്രമായിട്ടാണ്. ഞങ്ങൾ ആക്ച്വലി ദുബായിൽ നിന്ന് വന്നതാണ് ഈ മത്സരം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊൽക്കത്ത ഈ സീസണിൽ വളരെ നന്നായി കളിച്ചു. അവസാനം ഒരു വിജയം കരസ്ഥമാക്കി. അതിലുപരി ഈ ഒരു നല്ലൊരു മത്സരം കാണാൻ വേണ്ടി വന്ന പ്രേക്ഷകർക്ക് ഇത്രയും ഒരു നല്ലൊരു മത്സരം കാണാൻ പറ്റിയില്ല, ടു ബി ഹോണസ്റ്റ്. പക്ഷേ എന്തായാലും വിജയികളായ കൊൽക്കത്തയ്ക്ക് കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ ശരിക്കുള്ള ടീം അതേതായിരുന്നില്ലേ? അല്ല, അതല്ലായിരുന്നു. ഞങ്ങൾ ആക്ച്വലി RCB ആയിരുന്നു. ബട്ട് ആസ് യൂഷ്വൽ നമ്മൾ രണ്ടാളും ഔട്ടായി. ഇന്നത്തെ കൊൽക്കത്തയുടെ ബൗളിംഗ് പ്രകടനം അല്ലെങ്കിൽ ആ ഒരു ഡോമിനേഷനെ കുറിച്ച് എങ്ങനെ എന്ത് പറയാം? ആക്ച്വലി സൺറൈസേഴ്സ് ഹൈദരാബാദിന് അവർ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഓപ്പണിംഗ് ബാറ്റ്സിങ്. സോ ആസ് യൂഷ്വൽ ദേ ഫെയിൽഡ് ഇറ്റ്. സോ നമുക്ക് അതാണ് അവർക്ക് സംഭവിച്ചത്. എന്തായാലും വന്നത് ഹാപ്പിയായി. കിരീടം വെരി ഹാപ്പിയാണ്. ആരായാലും ഒരു കിരീടം കരസ്ഥമാക്കിയ കൊൽക്കത്തയ്ക്ക് അഭിനന്ദനങ്ങൾ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.